राधा जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपीजन वल्लभ जय गोपीजन वल्लभ गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरा वनचारि जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा नित्य गुर हरि बोल हरि बोल हरि बोल जय जय गौर हरि बोल नित्याय गौर हरि बोल हरि बोल हरि बोल नित्याय गौर हरि बोल हरे कृष्ण എല്ലാവർക്കും കൃഷ്ണ പൂജി ഹരേ കൃഷ്ണ ഗുരുവിന്റെയും കൃഷ്ണന്റെയും എല്ലാ വൈഷ്ണവരുടെയും കൃപയാല് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ചാൻസ് എന്ന് പറയുന്നത് 1732 ഫസ്റ്റ് കാൻഡോ 7ാമത്തെ ചാപ്റ്ററിൽ 32ാമത്തെ ശ്ലോകം. നമുക്ക് എല്ലാ വൈഷ്ണവരുടെയും പാദകമലങ്ങളിൽ ധ്യാനിക്കാം. അതുപോലെ എല്ലാ ഗുരുക്കന്മാരുടെയും ഭിക്ഷാഗുരുക്കന്മാരുടെയും പാദകമലങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭുപാദ് ഈ ശ്ലോകത്തിലൂടെ നമ്മളടുത്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ലൈഫിൽ എന്താണ് പ്രാക്ടിക്കലി നമുക്ക് അത് ഫോളോ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭാഗവതം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ തുടക്കം അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചതുപോലെ ആരൊക്കെയാണോ ശ്രീമദ് ഭാഗവതം കേൾക്കാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ നമുക്ക് കേൾക്കണമെന്നുള്ള ആഗ്രഹം, അതുപോലെ തന്നെ എന്താ പറയാ അതിനുള്ള പ്രയത്നിക്കുന്നത്, ആ നിമിഷം തന്നെ ഭഗവാൻ നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വരും എന്നാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഭഗവാനെ നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്ന വഴി എന്താണ്, അപ്പോഴെ തന്നെ നമ്മൾ പ്യൂരിഫൈഡ് ആവുകയാണ്. പ്യൂരിഫൈഡ് ആവുമെന്ന് മാത്രമല്ല, ഫുൾ ടൈം നമുക്ക് ഭഗവാന്റെ അസോസിയേഷനും കിട്ടും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലോട്ട് പോട്ടെ, നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാർത്ഥിച്ച് 3 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയാം. ഓം ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ
ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം നമോ നമഃ. വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതി സേവയാ ഭഗവതീരത്നശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം ഭംഗും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകവും എൻ്റെ മീനിങ്ങും വായിക്കാം. പ്രജോ ഭദ്രവം ആലക്ഷ്യ ലോകാവിധികരം ച തം മതം ച വാസുദേവസ്യ സഞ്ജഹാരാർജുനോദ്വയം. പ്രജോ ഭദ്രവം ആലക്ഷ്യ ലോകാവിധികരം ച തം മതം ച വാസുദേവസ്യ സഞ്ജഹാരാർജുനോ ദ്വയം. പ്രജോ ഭദ്രവം ആലക്ഷ്യ ലോകാവിധികരം ച തം മതം ച വാസുദേവസ്യ സഞ്ജഹാരാർജുനോ ദ്വയം. മീനിങ് വായിക്കാം, കേട്ടിരിക്കാം. പ്രജ സാമാന്യ ജനങ്ങൾ, പ്രജകൾ. ഉപദ്രവം ശല്യം. ആലക്ഷ്യ അത് ദർശിക്കാൻ. ലോക ഗ്രഹങ്ങൾ. വ്യതികരം നാശം. ച തം അത്. മതം ച അഭിപ്രായവും. വാസുദേവസ്യ വാസുദേവന്റെ, ശ്രീകൃഷ്ണന്റെ. സഞ്ജഹാര പിൻവലിച്ചു. അർജുന അർജുനൻ. ദ്വയം ഇരു അസ്ത്രങ്ങളും. വിവർത്തനം എസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദകി ജയ്. പ്രജകൾക്ക് ഉപദ്രവമുണ്ടാകുന്നതും ഗ്രഹങ്ങളുടെ വിഭീക്ഷമായ നാശത്തെയും ദർശിക്കയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അഭിലാഷിച്ചതുപോലെ അർജുനൻ തൽക്ഷണം ഇരു ബ്രഹ്മാസ്ത്രങ്ങളെയും നിർവീര്യമാക്കി. ഭാവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദകി ജയ്. ആധുനിക അണ്വായുധ സ്ഫോടനം ലോകത്തെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യും എന്ന സിദ്ധാന്തം ബാലിശ്യമായ സങ്കല്പമാണ്. പ്രാഥമികമായി അണ്വായുധത്തിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടത്ര ശക്തിയില്ല. രണ്ടാമതായി പരമപുരുഷനായ പരമഭഗവാന്റെ പരമേച്ഛയാലാണ് ഇവയൊക്കെ സംവേശിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛയില്ലാതെ യാതൊന്നും തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ആത്യന്തികമായി ശക്തിമത്തായത് പ്രകൃതി നിയമങ്ങളാലാണെന്ന് വിചാരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. തൻ്റെ മേൽനോട്ടത്തിലാണ് പ്രകൃതി നിയമങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുൾ ചെയ്യുന്നു. നിസാര രാഷ്ട്രീയക്കാരുടെ മനോരോധനങ്ങളല്ല, മറിച്ച് ഭഗവത് ഇച്ഛയാൽ മാത്രമേ വിശ്വത്തെ നശിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. ദ്രൗണിയും അർജുനനും ഇരുവരും പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തെ പിൻവലിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു. അനന്തരം തൽക്ഷണം അർജുനൻ അത് പിൻവലിക്കപ്പെട്ടു. അതേപോലെ സർവശക്തനായ ഭഗവാന് നിരവധി പ്രതിനിധികളുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ ആഗ്രഹിക്കുന്നതൊക്കെയും ഒരുവനാൽ നിർവഹിക്കപ്പെടാൻ കഴിയുന്നത് ഭഗവാന്റെ ഇച്ഛയാൽ മാത്രമാണ്. ഓം അജ്ഞാനതിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സിദ്ധം യേന ഭൂതലേ സ്വയം പ്രഭഗതാമഹ്യം തഥാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൃഷഭാംശ ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സകലനിഗതാസി വിശാഖാനിധാംശ.
हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिकांत राधा कांत नमस्ते तप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മൾ ഇതിന് മുന്നത്തെ ശ്ലോകങ്ങളിൽ കേട്ടു ദ്രൗണി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അദ്ദേഹത്തിന് ഭയം വന്നിട്ട് അദ്ദേഹം പൈശാചികമായ പാണ്ഡവരുടെ പുത്രന്മാരെ കൊല്ലുകയും അത് അറിഞ്ഞതിന് ശേഷം അർജുനൻ ഇദ്ദേഹത്തിന് ആക്രമിക്കാൻ വരികയും അത് കണ്ട് പേടിച്ച് അദ്ദേഹം ഓടുകയാണ്. ആ പേടിയിൽ എന്ത് ചെയ്തു, അദ്ദേഹം അടുത്ത ബ്രഹ്മാസ്ത്രം അദ്ദേഹം ബ്രഹ്മാസ്ത്രം എയ്യുകയാണ് ചെയ്തത്. ബ്രഹ്മാസ്ത്ര മന്ത്രം ജപിച്ചിട്ട് ആ മന്ത്രത്തിലൂടെ ബ്രഹ്മാസ്ത്രം ഇവർക്ക് നേരെ, പാണ്ഡവർക്ക് നേരെ പ്രയോഗിച്ചു. അപ്പോ അർജുനൻ എന്ത് ചെയ്യാണ്, അതിനെ കൗണ്ടറാക്ട് ചെയ്യാനായിട്ട് അതും ഭഗവാന്റെ ഇച്ഛയാൽ തന്നെ ബ്രഹ്മാസ്ത്രം അയക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ബ്രഹ്മാസ്ത്രവും കൂടെ കൂട്ടിമുട്ടാൻ വരുമ്പോ ഭയങ്കരമായ പ്രഭ ഉണ്ടാവുകയും അതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഈ ഭൂമി നശിക്കും എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യം നശിക്കും എന്നല്ല പറയുന്നത്, കംപ്ലീറ്റ് പ്ലാനറ്ററി സിസ്റ്റം എല്ലാം നശിച്ചു പോകുന്നതാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള വെച്ചിട്ടുള്ള അത്രയ്ക്ക് പവർഫുൾ ആണ് ബ്രഹ്മാസ്ത്രം. അത് ജസ്റ്റ് ഒരു മന്ത്രം ജപിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ പവറാണ് ഇവിടെ പറയുന്നത്. കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഇങ്ങനെ വന്നപ്പോ ഭഗവാന്റെ ഇച്ഛയാൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണിത്, പ്രജകൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നതും ഗ്രഹങ്ങളുടെ വിവീക്ഷകമായ നാശത്തെ, ഗ്രഹങ്ങളുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മൾട്ടിപ്പിൾ പ്ലാനറ്റിന്റെ നാശത്തെയും ദർശിക്കയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അത് ഇങ്ങനെ കണ്ടിട്ട് എന്താണ് ഭഗവാൻ ആഗ്രഹിക്കാനുണ്ടായത്, ഭഗവാൻ ആഗ്രഹിച്ച് അഭിലാഷിച്ച അനുസരിച്ച് അർജുനൻ തൽക്ഷണം ഒരു ബ്രഹ്മാസ്ത്രം, ഈ ഇരു ബ്രഹ്മാസ്ത്രങ്ങളും നിർവീര്യമാക്കി. എന്താണ് അർജുനൻ വന്നിട്ട് ഈ രണ്ട് ബ്രഹ്മാസ്ത്രം, ഒരു ബ്രഹ്മാസ്ത്രം അർജുനൻ ഏതാ ബ്രഹ്മാസ്ത്രത്തിനെ മാത്രം നിർവീര്യമാക്കിയത്, ഏതാണ് രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളെയും നിർവീര്യമാക്കിയെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു ക്ലാസ് മഹർഷി മഹാരാജ വന്നിട്ട് 2005 ജാനുവരി 24 ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ അറിയാം, അവിടെ കുറച്ച് മലയാളം അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാല് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ രസകരമായിട്ടുള്ള കോൺവെർസേഷൻ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോ പ്രഭുപാദ് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മഹാരാജ് ഇത് എടുത്തു പറയാനുണ്ട്. മഹാരാജ് പറയുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ മോഡേൺ തിയറി എന്ന് പറയുന്നത് അറ്റോമിക് ബോംബ്, എന്താണ് ആറ്റം ബോംബ്. ആറ്റം ബോംബ് എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് പൊതുവേ ഉള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട ആളുകളുടെ അറിവ്. ഇപ്പം മഹാരാജ് പറയുന്ന പ്രഭുപാദോട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ വേൾഡിനെ അനിഹിലേറ്റ് ചെയ്യാൻ, അല്ലെ നശിപ്പിക്കാനായിട്ട് ഈ ആറ്റം ബോംബിന് പറ്റുമെന്നുള്ളത് ബാലിശമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്നാണ് പറയുന്നത്. കാരണം അതിന് അത്രയ്ക്ക് പവറില്ല, ലോകം മുഴുവൻ നശിപ്പിക്കാൻ പറ്റില്ല. കുറെ രാജ്യങ്ങളുടെ കുറെ ഏരിയ നശിപ്പിക്കാൻ പറ്റും, നമുക്ക് തന്നെ അറിയാന്നുള്ളതാണല്ലോ. നാഗസാക്കി, ഹിരോഷിമ, ഇവിടെ കിട്ടത് ഇപ്പോഴും അവര് അതിനെ സഫർ ചെയ്യാനുണ്ട്. എന്നാലും ആ ഏരിയയാണ് നശിപ്പിച്ചത്, ലോകം മുഴുവൻ നശിച്ചു പോയില്ല. അതിലും കൂടി പവറുള്ള ബോംബ് ഉണ്ടാക്കും. ഇനിയും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കും, ഇനി യുദ്ധങ്ങൾ വരും. കലിയുഗം അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഭഗവാൻ ഇവിടെ പ്രഭുപാദ് പറയുന്നതും മഹാരാജ് എടുത്ത് പറയുകയും ചെയ്യുന്നത്, ഈ അറ്റോമിക് ബോംബ് എങ്ങനെയാണ് ആളുകൾ റിലീസ് ചെയ്യത്തില്ല. ഒരുവിധപ്പെട്ട എല്ലാ കൺട്രിയുടെ കയ്യിലും ഇപ്പൊ കാണും ഈ ആറ്റം ബോംബ്, എല്ലാവരും കാണും. ഇപ്പൊ കുറെ ട്രീറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ട്, നിയമ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആരും അറ്റോമിക് ബോംബ് പരീക്ഷിക്കാൻ പാടില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ പാടില്ല. അതിന്റെ റീസൺ വേറൊന്നുമില്ല, അവര് മഹാരാജ് പറയുന്നത് അത് പ്രയോഗിക്കത്തില്ല. പ്രയോഗിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പ്രയോഗിച്ച ആൾ തന്നെ ചിലപ്പം മരിച്ചു പോകും, അതിന് കൺട്രോൾ ഇല്ല.
ആറ്റം ബോംബ് എന്ന് പറയുന്ന നേരത്ത് ഇപ്പം ഏഹ്, ഇപ്പൊ എല്ലാം ബട്ടണിലാണല്ലോ. ഒരു ബട്ടൺ തട്ടിക്കഴിഞ്ഞാൽ ഇത് പോകും. കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുന്ന ആള് തന്നെ, ആ ആളും ആ ഏരിയയിലുള്ള എല്ലാവരും തന്നെ മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കയ്യിൽ വെച്ചിക്കത്തേ ഉള്ളൂ, പൊട്ടിക്കത്തില്ലെന്നാണ് പറയുന്നത്. പൊട്ടിച്ചാൽ അവര് തന്നെ നശിക്കും. അത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. മഹാരാജ് പറഞ്ഞ ഏതെങ്കിലും ഒരു ഒരു വട്ടായിട്ടുള്ള മാഡ്മാൻ റെഡി ആയിരിക്കും, ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ബട്ടൺ വെച്ചുകൊണ്ട് നിൽക്കുമെന്നാണ് മഹാരാജ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊരു ഇമാജിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ലോകം മുഴുവൻ നശിച്ചു പോവും, അറ്റോമിക് ബോംബ് ഒരിക്കലുമില്ല. മഹാരാജ പറയുന്നത് ഭഗവാന്റെ ആഗ്രഹം ഇല്ലാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും അനങ്ങത്തില്ല. അതാണ് സത്യം. പിന്നെ പറയുന്നത് ഭഗവാന്റെ വില്ലിൽ മാത്രമേ എല്ലാം നടക്കത്തുള്ളൂ. അപ്പൊ ഇതിലൊരു പപ്പറ്റ് ഷോ പോലെ എന്നാണ് മഹാരാജ് പറയുന്നത്. ഒരു സ്ട്രിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇത് അനക്കുന്നതനുസരിച്ച് പാവകളി നടക്കുന്ന പോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ ഇച്ഛയാൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പോകുന്നത്. അതിന് പ്രകൃതി ഉണ്ടാവും. ഭഗവാൻ പല 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 ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർമ്മബലം അനുസരിച്ചെല്ലാം അതങ്ങനെ അങ്ങനെ മൂവ് ചെയ്ത് പോകും. എല്ലാവരും ഒരു പപ്പറ്റ് ഷോ പോലെയാണെന്നാണ് മഹാരാജ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില ആളുകൾ വിചാരിക്കും എന്താണ് ഇത് ഇത് ഞാൻ പലരും പറയുന്നത്, കുറെ നിരീശ്വരവാദികളുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. അവർ പറയുന്നത് ഇതൊക്കെ നേച്ചറാണ്, പ്രകൃതിയാണ്, പ്രകൃതിയാലാണ് ഇതെല്ലാം നടക്കുന്നത്. പ്രകൃതി എന്താണോ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് അങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ പ്രകൃതിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്യും. ഇങ്ങനെ കുറച്ച് ആളുകൾ പറയും ഇതെല്ലാം എനർജിയാണ്, അതിന്റെ ബേസിലാണെന്ന് പറയും. അപ്പം മഹാരാജ് അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരി വർത്തതേ. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം മഹാരാജ് പറയുന്നത് ഇത് ഭഗവാൻ ഡയറക്റ്റ് വന്ന് പറയുന്നുണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്നതും ഭഗവാൻ സൃഷ്ടിച്ചതാണ്, ഭഗവാന്റെ ഇച്ഛയാലാണ് എല്ലാം നടക്കുന്നതെന്നുള്ളത്. ഇവിടെ ദ്രൗണിയും അർജുനനും എന്ത് ചെയ്തു? അമ്പ് അയക്കുന്നു, ബ്രഹ്മാസ്ത്രം അയക്കുന്നു, ഭയങ്കര പവർഫുൾ ആണ്. അവിടെ വന്നിട്ട് ഭഗവാന്റെ ഇച്ഛയാൽ എന്താണ് ചെയ്യുന്നത്? അത് വന്നിട്ട് അവര് തിരിച്ച് എടുക്കുകയും ചെയ്യുന്നു. മഹാരാജ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പം ന്യൂക്ലിയർ വെപ്പൺ, പ്രഭാതിനകത്ത് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ അയക്കുകയാണ്. ഒരാൾ ഇവിടെ നിന്ന് ബോംബ് അയച്ചു കഴിഞ്ഞു, റോക്കറ്റിൽ വെച്ചിട്ടോ മിസൈൽസിൽ വെച്ചിട്ടോ അയച്ചു. അത് അയക്കുന്ന റോക്കറ്റിനെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അത് കൺട്രോൾ പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെടുക്കാൻ ഇപ്പോഴും പറ്റത്തില്ല, അല്ലെങ്കിൽ അത് പൊട്ടാൻ പോകുന്ന സമയത്ത് അതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ബ്രഹ്മാസ്ത്രം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാന്റെ ഇച്ഛയാല് എന്താണ് ആ സ്പോട്ടിൽ തന്നെ ആരാണ്? അർജുനൻ വന്നിട്ട് അതിനെ തിരിച്ചെടുക്കുകയാണ്. അത് അർജുനൻ അയച്ച അസ്ത്രം മാത്രമല്ല, ദ്രൗണി അയച്ചതും കൂടെ ഇവിടെ തിരിച്ചെടുക്കുകയാണ്. അപ്പോ ഇവിടെ പറയുന്ന മഹാരാജ് പറയുന്നത്, നമ്മൾ ഭഗവാന്റെ അണ്ടറിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഒരുപാട് പേര്. അപ്പം നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് അതിന് സാങ്ഷൻ ചെയ്യും. ഇപ്പൊ എനിക്കറിയത്തില്ല, കുറച്ച് നമ്മള് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന നേരം നമുക്ക് ആളുകൾ പറയും ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കണം, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു കുറെ സംഭവം ഉണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ പ്രകൃതി കൊണ്ടുവന്ന് ആക്കിത്തരും, ഈ സീക്രട്ട് ബുക്ക് ഭയങ്കര ഗുണം ചെയ്യും. അതിൽ കുറെ ആളുകൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കുറെ കാര്യങ്ങളും കുറെ കോഡ്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് അതിലും പറയുന്നത്. അതെന്താണ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എത്തിച്ചു തരാനായിട്ട് ഭഗവാൻ പറയാനുണ്ട്, പ്രകൃതി നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ഭഗവാൻ ഉണ്ടല്ലോ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് പ്രകൃതി അങ്ങനെ പല പല കാര്യങ്ങൾ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഭഗവാന്റെ
ഭഗവാന്റെ ഇച്ഛാനുസരണം വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ആസൂണസ് നമ്മൾ എന്തെങ്കിലും ഒരു എപ്പോഴാണോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, അത് വിഷ് ചെയ്യുന്നത്, അപ്പോഴത്തന്നെ ആ കാര്യം നടക്കുമെന്നാണ് മഹാരാജ് പറയുന്നത്. പക്ഷെ അത് ഭഗവാനായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മഹാരാജ് പറയുന്നത്, മഹാരാജ് ടെമ്പിൾ മഹാരാജ് ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒറ്റയ്ക്കാണ് വരുന്നത്. ഒറ്റയ്ക്ക് വരുന്നു. അദ്ദേഹം ദ്വാരകയിൽ സ്റ്റേ ചെയ്യുന്നു. സത്രങ്ങളിലാണ് പോയി സ്റ്റേ ചെയ്തത്. എത്രയോ നാളുകൾ, രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു സത്രത്തിൽ 2 ആഴ്ച നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത സത്രത്തിലോട്ട് പോകണം. അങ്ങനെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി നിന്നു. സന്യാസിയാണ് അദ്ദേഹം. അപ്പൊ നമുക്കറിയാം, ഇസ്കോൺ സന്യാസി മഹാരാജന്മാർക്ക് നമ്മൾ എല്ലാ ശിഷ്യന്മാരും നല്ല ഫെസിലിറ്റീസ് കൊടുക്കും. പക്ഷെ മഹാരാജന് അന്ന് ഭയങ്കര ഒരു ഡിസൈപ്പിൾ ഇതൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം സന്യാസം എടുത്തതിന് ശേഷം അദ്ദേഹം ഒരു അസിസ്റ്റന്റ് അങ്ങോട്ട് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വരുന്നു. ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം ദ്വാരകാധീശന്റെ സേവ ചെയ്യുക. ദ്വാരകാധീശന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സത്രങ്ങളിൽ ഒരുവിധം സത്രങ്ങളെല്ലാം കവർ ചെയ്തു. അപ്പൊ പിന്നെ നിൽക്കാൻ സ്ഥലമില്ല. അദ്ദേഹം വന്നിട്ട് ഒരു യജ്ഞശാല എന്ന് പറയുമ്പം അറിയായിരിക്കും, അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഒരു ഹാളാണ് യജ്ഞശാല. ഒരു ഹാളിൽ വന്നിട്ട് അതിൻ്റെ കൂടെ ചേർന്നതിന് അടുത്ത സൈഡിൽ ചെറിയൊരു മറ വെച്ചിട്ട് കല്ല് പൊട്ടിക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര പൊടിയും കാര്യങ്ങളാണ്. മഹാരാജ് വന്നിട്ട് ഒരു തുണി വിരിച്ചിട്ട് ആ ഫ്ലോറിലാണ് കിടക്കുന്നത്. അപ്പോ ഇത് മഹാരാജിന്റെ പാസ്റ്റ് ടൈംസ് നിന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് കേട്ടതാണ്. അതിന് എക്സ്പീരിയൻസ് ഡിവോട്ടീസ് പറഞ്ഞതും ആ നോട്ട്സ് നിന്ന് കേട്ടതാണ്. ഈ ക്ലാസ്സിൽ മഹാരാജ് അത് പറഞ്ഞിട്ടില്ല. അപ്പോ പക്ഷെ അവിടെ നമ്മൾ നോക്കാൻ നേരത്ത് പ്യുവർ ഭക്തന്മാര്, ഭഗവാന്റെ പ്യുവർ ഭക്തരുകള്, അവര് വന്നിട്ട് അൺഫ്ലിഞ്ചിങ് ഡിവോഷൻ സർവീസാണ് അവർ ചെയ്യുന്നത്. അവർക്ക് വന്നിട്ട് ഭഗവാന്റെ സേവ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വന്നിട്ട് എനിക്ക് ഫെസിലിറ്റി വേണം, അല്ലെങ്കിൽ റിസർവ്ഡ് ഭക്തി എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയാൻ, അൺഎക്സ്പെക്റ്റഡ്, ഒരു അൺഎക്സ്പെക്റ്റഡ് എന്നല്ല, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ. അപ്പം കൂടെ നിന്ന് അസിസ്റ്റന്റ് ചോദിച്ചു, മഹാരാജ് നമുക്ക് റൂം എടുത്ത് താമസിച്ചൂടെ, നമുക്ക് അങ്ങോട്ട് പോയിക്കിടും. കാരണം അതിനുള്ള കാശില്ല. കാശ് വേണമെങ്കിൽ ആരുടെങ്കിലും ചോദിക്കണം. ദ്വാരകാധീശന്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് ആ യജ്ഞശാലയിൽ കിടന്നു. അവിടെ വാഷ്റൂം ഫെസിലിറ്റി ഇല്ല. വാഷ്റൂം പോകണമെന്നുണ്ടെങ്കിൽ ടെമ്പിളിന്റെ അടുത്ത് വരണം. ടെമ്പിളിന്റെ അടുത്ത് വന്നിട്ടാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ മരത്തിന്റെ മൂട്ടിലൊക്കെയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭഗവാന് നല്ലൊരു ക്ഷേത്രം കെട്ടണമെന്ന്. അപ്പൊ അത് ഈ പോയിന്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു ടെമ്പിൾ കെട്ടണം എന്ന് മഹാരാജന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. വേറൊരു ഭക്തനാണ്. അദ്ദേഹം അത് ചിന്തിച്ചതുകൊണ്ട് എന്ത് പറ്റി, ആളുകൾ ഇങ്ങോട്ട് വന്ന് കാശ് കൊടുത്തു ടെമ്പിൾ കെട്ടി. അദ്ദേഹം പറയുന്നത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരുവിധപ്പെട്ട ഡിവോട്ടീസിന് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം തിരുവനന്തപുരം കരമന ജഗന്നാഥ് ടെമ്പിൾ വന്നത് നമുക്കറിയാം. രാജ്കോട്ട് ടെമ്പിൾ, ഇത്രയും വലിയ ടെമ്പിൾ, സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ ടെമ്പിളാണ്, അത് വന്നത് നമുക്കറിയാം. മഹാരാജ് പറഞ്ഞത്, നിങ്ങൾ ജപിക്കുക, മംഗളാരതി ചെയ്യുക, ജപിക്കുക, ഭാഗവതം വായിക്കുക, ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. നടക്കേണ്ട കാര്യങ്ങൾ സൈഡിൽ കൂടെ തനിയെ നടന്നോളൂ. നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. കാശുണ്ടോ, ടെമ്പിൾ കെട്ടുക. കാശില്ലെങ്കിൽ ഭാഗവതം വായിക്കുക, ജപിക്കുക. ഇത് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഭഗവാന്റെ ഇച്ഛ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് അത് നടന്നോളും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് മഹാരാജ് പറയാനുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യാനേ പാടില്ല. മഹാരാജ് പറഞ്ഞു, രഥയാത്ര നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ടെമ്പിൾ വന്നു. അപ്പോൾ കാശില്ല, ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. അവര് ജപിച്ചു. മഹാരാജ് പറയുന്നത് ഭാഗവതം വായിച്ചു, ഭക്തിയിൽ ഫോക്കസ് ചെയ്തു. എന്താണ് നടന്നത്? ഒരു അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്ന്, അമേരിക്കക്കാരൻ വന്ന് രഥയാത്ര എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. രഥയാത്ര നടത്തണം എന്ന് പറയുന്നത് അപ്പോഴെ തന്നെ എഴുതാൻ ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോഴെ തന്നെ കാശം കൊടുക്കുന്നു. അപ്പൊ ഭഗവാന്റെ സേവയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം, സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തിത്തരാനായിട്ട് ഭഗവാൻ ഏത് വിധേനയും നമ്മൾ അത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് മഹാരാജ് ഇവിടെ എടുത്ത് പറയുന്നത്. മഹാരാജ് പറയുന്നത് നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്യണം. വി ഷുഡ് ഓൾവേസ് ക്യാച്ച് അപ്പ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭഗവാന്റെ പാതാര കമലങ്ങളെ നമ്മൾ എപ്പോഴും ക്യാച്ച് ഉണ്ട്. നമ്മൾ ഭഗവാന്റെ പാദത്തിൽ നമ്മൾ കൈയെടുക്കാൻ പാടില്ല. നമ്മൾ ആ പിടി അങ്ങനെ ഭഗവാന്റെ പാദത്തിലേക്ക് വെച്ചേക്കാം. അത് നമ്മളൊന്ന്
ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം ഭഗവാന്റെ ആ ഇച്ഛയാൽ മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഇവിടെ പറയുന്നുണ്ട്, പ്രഹ്ലാദ് മഹാരാജിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഫോർ ഹാപ്പിനെസ് വി ഷുഡ് നോട്ട് ട്രൈ. ഹാപ്പിനെസ്സും ഈ മിസറീസും വന്നിട്ട് വരും പോവും. നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഫ്ലിഞ്ചിങ് ഡിവോഷൻ സർവീസ്, ഇടതടവില്ലാതെ ഒരു 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 മാറ്റമില്ലാതെ ദൃഢമായിട്ടുള്ള ഭക്തിയാണ് നമുക്ക് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എങ്ങനെ എത്താം. പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു, നമുക്ക് എങ്ങനെ ഭഗവാന്റെ പാദത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്യാൻഡോയിൽ 3-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ചാപ്റ്ററിനകത്ത് ഒരു ശ്ലോകം പറയുന്നുണ്ട്. മഹാരാജ് അത് കോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഞാൻ ഒന്ന് എടുത്തോട്ടെ. അതിൽ പറയുന്നത്, അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരധി തീവ്രേണ ഭക്തിയോഗേന യാജേന പുരുഷം പരം. മഹാരാജ് ഇവിടെ എടുത്ത് പറയുന്ന 3 ടൈപ്പിലുള്ള ആളുകളുണ്ട്. അകാമ, ഡു നോട്ട് ഡിസയർ, ഒന്നും ആഗ്രഹിക്കത്തേ ഇല്ല. സർവകാമ, അത് കഴിഞ്ഞ് എല്ലാം ഡിസയർ ഉണ്ടാവും. മോക്ഷകാമ, ചില ആളുകൾക്ക് ലിബറേഷൻ ഉണ്ടാവും. ലിബറേഷൻ വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പലരും ഭഗവാന്റെ എന്ത് ചെയ്യും, ഭഗവാനെ ഭജിക്കാനായിട്ട് നോക്കും. പക്ഷെ ഇത് ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, തീവ്രേണ ഭക്തി യോഗേന, അൺഫ്ലിഞ്ചിങ് ഭക്തി. നമുക്ക് എപ്പോഴും നമ്മൾ ഈ അൺഫ്ലിഞ്ചിങ് ആയിട്ടുള്ള, അതായത് ഈ ഒരു ഇടതടവില്ലാത്ത, ഒരു 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 മുടക്കവും വരാത്ത, ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത ഭക്തിയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. മഹാരാജ് അതിൽ എടുത്ത് പറയാൻ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമാണ്. നമ്മൾ എപ്പോഴാണോ ഇത് മനസ്സിലാക്കിയിട്ട് ഈ അൺഫ്ലിഞ്ചിങ് ആയിട്ടുള്ള ഭക്തി നമ്മൾ ചെയ്യുന്നത്, അതിന്റെ അടുത്ത നിമിഷം തന്നെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ നമ്മളെ ഫേവർ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ അതിനുള്ള ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഭഗവാൻ നമ്മൾ അതിന് ഫേവർ ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്താ പറയാ, നമ്മൾ എപ്പോഴാണോ ഈ തീവ്ര ഭക്തി ചെയ്യുന്നത്, ഇപ്പം ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ജപിക്കുന്നത്, വായിക്കുന്നത്, ഭക്തന്മാരുടെ അസോസിയേറ്റ് ചെയ്യുന്നത്, മാക്സിമം നമ്മൾ ഡിവോഷൻ സർവീസിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ ഫേവർ ചെയ്യും. അപ്പോഴും തന്നെ ആ സ്പോട്ടിൽ ഒരു കണക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഭഗവാനുമായിട്ട്. ആ നിമിഷം തന്നെ ഭഗവാനായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷനാണ് ആക്ച്വലി എല്ലാവരുടെ ലൈഫിലും ആവശ്യമുള്ളത്. മഹാരാജ് ഇവിടെ പറയുന്നത്, വളരെ സട്ടിലായിട്ടുള്ള മന്ത്രം. മന്ത്രം എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഉറച്ചല്ലല്ലോ ജപിക്കുന്ന ആളുകൾ. വളരെ കൂളായിട്ട് നമ്മൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഡിസ്കഷൻ ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുപോലെയാണ് നമ്മൾ ഇപ്പൊ തന്നെ മന്ത്രങ്ങൾ പലതും നമ്മളിപ്പം അതിനെ ഉച്ചരിക്കാനായിട്ട് ശ്രമിച്ചു. വളരെ സബ്റ്റിലാണ്. പക്ഷേ ഈ സബ്റ്റിൽ മന്ത്രത്തിന്റെ പവർ എന്താണ്? ഇപ്പൊ തന്നെ അർജുനൻ വന്ന്, അല്ലെങ്കിൽ ദ്രൗണി വന്നിട്ട് എന്താണ്, അവര് മന്ത്രം ജപിച്ചിട്ടാണ് ഈ ലോകങ്ങളെ, ഈ ഗ്രഹങ്ങളെ, പല ഗ്രഹങ്ങളെ, ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള ബ്രഹ്മാസ്ത്രം അവര് എയ്തത്. വളരെ ചെറിയ മന്ത്രമാണ് ജപിച്ചത്, വളരെ സബ്റ്റിലായിട്ടുള്ള മന്ത്രം. അതുപോലെ വളരെ സബ്റ്റിലായിട്ടുള്ള ജപമന്ത്രം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനായിട്ടുള്ള ഭയങ്കര ഡയറക്റ്റ് കണക്ഷനാണ് ചെയ്യുന്നത്. നമ്മള് ബ്രഹ്മാസ്ത്രം വിടുന്നു, ഭയങ്കരമായിട്ട് ലോകമെല്ലാം നശിപ്പിക്കുന്നു എന്നിങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ കഥയെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ ഈ സ്റ്റോറീസ് കേട്ടപ്പോഴും പഴയ പുരാണങ്ങൾ കേട്ടപ്പോഴും നമുക്ക് എന്ത് പവർഫുൾ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വിഷ്വൽ വരെയാണ്. ഇത് ഭയങ്കര വെളിച്ചം വരുന്നു, വെട്ടം വരുന്നു, തീ വരുന്നു, പല ഗ്രഹങ്ങളും പൊട്ടിത്തെറിക്കുന്നു. നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇത് ഇമാജിനേഷൻ വരെയാണ്. ആ മന്ത്രത്തിന് അത്രയ്ക്ക് പവർഫുൾ ആണ് മന്ത്രം. അതുപോലെ എന്തുമാത്രം പവർഫുൾ ആയിരിക്കും ഈ ബ്രഹ്മാസ്ത്രം ക്രിയേറ്റ് ചെയ്തതും ഇതിന് ശക്തി കൊടുത്തതെല്ലാം ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മൾ വളരെ സബ്റ്റിലായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാം ഹരേ രാം 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 ഹരേ എന്ന് ജപിക്കുമ്പോൾ ഭഗവാനായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവാനാണ്. അപ്പോ ആം, ഭഗവാൻ വന്നിട്ട് മഹാരാജ് ഇവിടെ പറയുന്നത് ആം, ആ ആ മന്ത്രം ഭഗവാന്റെ നാമം കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഭഗവാനായിട്ട് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുകയാണ്. ഭഗവാൻ വന്നിട്ട് എന്തും ചെയ്യും, ഏതും ചെയ്യും. ഉം. ഭഗവാൻ വന്നിട്ട് ഭയങ്കര കാരുണ്യവാനാണ്. ഉം. ആ, ഭഗവാൻ എപ്പോഴാണോ ഡിസയർ ചെയ്യുന്നത് ആ ആ നിമിഷം വിത്തിൻ ആ സെക്കൻഡ്സ് അല്ലെങ്കിൽ അതിനും ആ സെക്കൻഡ്സിന് മുന്നേ മില്ലി സെക്കൻഡ്സിന് മുന്നേ തന്നെ ചിലപ്പോൾ ഭഗവാൻ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കഷനിൽ നമുക്കൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രൂപ ഗോസ്വാമി വന്നിട്ട് വൃന്ദാവനത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് പോവുകയും രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്താണ് സനാതന ഗോസ്വാമിക്ക് വിളിച്ചിട്ട് നല്ലൊരു ഫീസ്റ്റ് കൊടുക്കണം. പക്ഷെ ആ കാട്ടിൽ എന്താണുള്ളത്? ഒന്നുമില്ല. പക്ഷെ അവിടെ എന്താണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ? രാധാറാണി തന്നെ ഡയറക്റ്റ് ഒരു കൊച്ചു കുട്ടിയായിട്ട് വന്നിട്ട് ഈ ഭോഗം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ചിന്തിക്കുന്നതിന് അടുത്ത നിമിഷം തന്നെ ഭഗവാൻ അത് സാങ്ഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ അപ്പോഴും തന്നെ നടത്തി കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷെ മഹാരാജ് പറയുന്നത് നമ്മളിപ്പം ഡിസയർ വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ പല ഡിവോട്ടീസിനും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. മഹാരാജ് ക്ലാസ്സിൽ പറയുന്നുണ്ടായിരിക്കും, ആഗ്രഹം ഉണ്ടായിരിക്കും ഭഗവാന്റെ സേവ ചെയ്യണം, ഭഗവാന് ടെമ്പിൾ കിട്ടണം, ഭഗവാന് നല്ല രീതിയിൽ ഭോഗം കൊടുക്കണം, ഭഗവാന് നല്ല രീതിയിൽ സേവ ചെയ്യണം. പല പല പ്രോജക്ട്സും പല പല ഡിവോട്ടീസിന്റെ മൈൻഡിലുണ്ടായിരിക്കും. മഹാരാജ് പല പല എന്താ പറയാ ഇൻസ്ട്രക്ഷൻ ഡിവോട്ടീസിന് കൊടുത്തത് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഡിവോട്ടീസ് നല്ല രീതിയിൽ ശ്രമിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. മഹാരാജ് പറഞ്ഞത് നിങ്ങൾ ഭഗവാന്റെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആഗ്രഹം സിൻസിയർ ആയിരിക്കണം. നമുക്ക് അൺഫ്ലിഞ്ചിങ്, മഹാരാജ് പറഞ്ഞ ഒരു പോയിന്റ്, അൺഫ്ലിഞ്ചിങ് ഡിവോഷൻ സർവീസ് ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇടതടവില്ലാതെ നമുക്ക് ആ ഭക്തി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഉടനെ തന്നെ അത് സാങ്ഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് ധ്രുവ മഹാരാജിന് അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്? എനിക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് കിങ്ഡം വേണം, അച്ഛനെക്കാട്ടിലും വലിയ കിങ്ഡം വേണം. പക്ഷെ എന്താണ് നടന്നത്? അദ്ദേഹത്തിന് ഭക്തിയും കിട്ടി, ഭഗവാനെയും കിട്ടി, അദ്ദേഹം എത്ര നാള് വിചാരിക്കുന്നു അത്രയും നാൾ നിൽക്കാനായിട്ടുള്ള ധ്രുവ ലോകവും കിട്ടി. ഇതാണ് ഭഗവാൻ സാങ്ഷൻ ചെയ്യുന്നത്. ഇതിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മഹാരാജ പറഞ്ഞ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഭയങ്കര പവർഫുൾ ആണ്. നമുക്കൊന്ന് ചിന്തിക്കാൻ കൂടി പറ്റില്ല. കാരണം നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള ബുദ്ധി നമുക്ക് അത്രയും ഉള്ളു, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ഇത് മാത്രം മനസ്സിലാക്കുക, ഭഗവാൻ ഭയങ്കര പവർഫുൾ ആണ്. അത് മാത്രമല്ല, എന്താണ് ഭഗവാന് ആരാണോ അൺഫ്ലിങ് ചെയ്യാൻ ഡിവോഷൻ സർവീസ് ചെയ്യുന്നത്, ഭഗവാൻ അപ്പോഴേ തന്നെ എന്ത് ചെയ്യും? അത് സാങ്ഷൻ ചെയ്യും. അതിന് എന്തൊക്കെയാണോ സപ്പോർട്ട് ചെയ്യാനുള്ളത് ആ സപ്പോർട്ട് എല്ലാം ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളെല്ലാവരും ഇന്നത്തെ ഡിസ്കഷനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ പ്രഭാത് എന്ന ഭാവാർത്ഥത്തിൽ പറഞ്ഞ പോലെ ന്യൂക്ലിയർ അണുബോംബ് എന്ന് പറയുന്നത് അതിന് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ശേഷിയില്ല. അതെല്ലാം ഭഗവാന്റെ വില്ലനുസരിച്ചിട്ടേ നടക്കത്തുള്ളൂ. അതൊരു കാര്യം. രണ്ട്, ഭഗവാന്റെ ഇച്ഛയാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കത്തുള്ളൂ. അതൊരു കാര്യം. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാനൊരു ഗ്രന്ഥരാജ് മെയിലിൽ വായിച്ചതാണ്. അതും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അർജുനൻ വന്നിട്ട് ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു ആയോധന കലകളിൽ. പക്ഷേ അർജുനൻ ഒരിക്കലും എന്താ പറയാൻ ഭയങ്കര ഒരു പ്രൗഡ് ആയിരുന്നില്ല, അഹങ്കാരി ആയിരുന്നില്ല. എനിക്കിതുണ്ട്, അല്ലെങ്കിൽ ഓവർ കോൺഫിഡന്റ് ആയിരുന്നില്ല, എനിക്ക് ഇത്ര സ്കില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓവർ കോൺഫിഡന്റ് ആയിരുന്നില്ല. അതിന്റെ ഒരു ഹുങ്ക ആരെയും കാണിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ഗൈഡൻസ് ചോദിച്ചിരുന്നു. ഇതാണ് നമ്മൾ ഭക്തന്മാരായിട്ടുള്ള എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്തനാവാൻ ശ്രമിച്ചു, ഞാനൊക്കെ ഭക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടക്കുന്നില്ല. എന്നാലും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭഗവാന്റെ ഗൈഡൻസ് നമ്മൾ എടുക്കണം. പിന്നെ അടുത്തെന്താണ്,
ഈവൻ ആഫ്റ്റർ ലോർഡ്സ് ഇൻസ്ട്രക്ഷൻ, അദ്ദേഹം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ, അതായത് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ബ്രഹ്മാസ്ത്രം എയ്തത്. ദ്രൗണി ബ്രഹ്മാസ്ത്രം അയച്ചിട്ടുണ്ട്, അർജുന തിരിച്ചയക്കെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തന്നെ അർജുനന് വേണമെങ്കിൽ ബ്രഹ്മാസ്ത്രം എടുക്കാം, തിരിച്ചെയ്യാം. പക്ഷെ അതെന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഭഗവാന്റെ മുഖത്തോട്ട് നോക്കി ഭഗവാൻ ഇൻസ്ട്രക്ഷന് വെയിറ്റ് ചെയ്തു. ഭഗവാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം പറഞ്ഞുടനെ ചെയ്യല്ല, ഭഗവാനെ വന്ന് വലം വെക്കുകയാണ് ചെയ്തത്. വലം വെക്കിയതിന് ശേഷമാണ് ഭഗവാന് പ്രണാമം അർപ്പിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അർജുനൻ എന്ത് ചെയ്തത്? അമ്പ് ചെയ്തത്. ഇതാണ് അർജുനൻ എന്തുകൊണ്ട് എപ്പോഴും ടോപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹം ഭഗവാനിൽ ഡിപ്പെൻഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അർജുനനെ ആളുകൾ റെസ്പെക്ട് ചെയ്യുന്നതും ഇപ്പോഴും യോദ്ധാവായിട്ട് അറിയുന്നത്. റീസൺ അദ്ദേഹം എല്ലാം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, എന്താണ്, എവറിത്തിങ് ഹാപ്പൻസ് അക്കോർഡിംഗ് ടു കൃഷ്ണാസ് ഡിസൈർ. എല്ലാ കാര്യവും ഭഗവാന്റെ ഇച്ഛയാൽ മാത്രമേ നടക്കുള്ളൂ. പ്രഭുപാദ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന് വേണമെങ്കിൽ ഈ ബ്രഹ്മാസ്ത്രത്തിന് നിമിഷ നേരം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, നിമിഷ നേരം കൊണ്ട് തിരിച്ചെടുക്കാം, നശിപ്പിക്കാം. അത് ഭഗവാന്റെ എനർജി തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഇവിടെ എന്താണ് ചെയ്തത്? ഭഗവാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് എന്താണ് ചെയ്തത്? അർജുനോട് പറയണം, അർജുന നീ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയാണ്. ഭഗവാന് എന്തുകൊണ്ട് അങ്ങനെ അർജുനെ കൊണ്ട് ചെയ്യിച്ചു വെച്ചാൽ, അർജുനന്റെ ഭഗവാന്റെ ഭക്തന്റെ ഗ്ലോറി എല്ലാവരും അറിയണം, ഈ ലോകം മുഴുവൻ അറിയണം എന്ന് ഭഗവാൻ ഒരു ചാൻസ് കാത്തിരിക്കുകയാണ്. എന്തിനാണ്? ഭക്തന്റെ സേവ ചെയ്യാനായിട്ട്. കാരണം ഭക്തൻ എങ്ങനെയാണ്? ഈ ഭഗവാൻ പറയും എനിക്ക് തിരിച്ചു തരാനായിട്ട് ഒന്നുമില്ല എന്ന് പറയും. ഗോപികമാരുടെ പറയും, രാധാറാണിയുടെ പറയും. കാര്യം എന്താണ്? ഭക്തന്മാരുടെ പറയും. കാര്യം ഭഗവാനാണ് ഈ ലോകവും എല്ലാം സൃഷ്ടിച്ചതും, എല്ലാത്തിനും നാഥനും ഭഗവാനാണ്. പക്ഷെ ഭഗവാന് ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മളും ഭഗവാന്റെ പാർട്ടാണ്. ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മള് ശുദ്ധഭക്തന്മാര് ചെയ്യുന്ന വെച്ചാല് നമ്മള് തന്നെ അവര് തന്നെ എന്താണ് അവരെ ഭഗവാനെ സമർപ്പിക്കേണ്ടി ചെയ്യും. സമർപ്പിക്കുമ്പോൾ ഭഗവാൻ പിന്നെ തിരിച്ചൊന്നും തരാനായിട്ടില്ല. അപ്പൊ ഭഗവാൻ ഓരോ നിമിഷവും വെയിറ്റ് ചെയ്യും ഭക്തന്മാരുടെ സേവ ചെയ്യാനായിട്ടാണ്. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ഭക്തന്മാരുടെ സേവ ചെയ്തത്. ഭഗവാൻ ഭക്തന്മാരെ രക്ഷിച്ചത്. സമയമുണ്ടോന്നറിയില്ല, ഓൾറെഡി 8:42, ഞാൻ ക്വിക്കായിട്ട് പറയാൻ നോക്കാം. ഞാൻ ആ ഭക്തന്റെ പേര് മറന്നുപോയി, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ ചിലപ്പോൾ ജഗന്നാഥപുരിയിൽ ഫെസ്റ്റിവൽ ഉണ്ടാവും, ഭഗവാൻ ഇങ്ങനെ നീളമുള്ള മുടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. അത് ഭയങ്കര വലിയൊരു ഫെസ്റ്റിവലാണ്, ആഘോഷിക്കും നല്ല രീതിയിൽ. അതൊരു ഒരു 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 സ്റ്റോറിയാണ് ആക്ച്വലി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര പൂജാരിയാണ്, പാണ്ഡയാണ്, ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹം വന്നിട്ട് ഗ്രന്ഥങ്ങള് സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ഭയങ്കര പ്രാവീണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭക്തന്മാരെ എങ്ങനെ സേവ ചെയ്യാം എന്നുള്ളത് ഭയങ്കര ഇഷ്ടം. അദ്ദേഹം വന്നിട്ട് ആളുകൾക്ക് ഭഗവത്ഗീത ഭാഗവതം പറഞ്ഞു കൊടുക്കും, ഭഗവാന്റെ ലീലകൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ഭക്തന്മാരെ എപ്പോഴൊക്കെ ചാൻസ് കിട്ടും അപ്പോഴെല്ലാം അദ്ദേഹം സേവ ചെയ്യും. അദ്ദേഹം വന്നിട്ട് ഭഗവാന്റെ മെയിൻ പൂജാരിയായിരുന്നു ജഗന്നാഥപുരിയിൽ. അപ്പോ ഭഗവാന് എല്ലാ ദിവസവും രാജാവ് വന്ന് ദർശനം എടുക്കും അവിടെ. സിംഹദ്വാരം ഉണ്ടല്ലോ, സിംഹ കവാടത്തിലൂടെയാണ് വരുന്നത്. അപ്പോ ഒരു ദിവസം എല്ലാ ദിവസവും രാജാവ് വരും. രാജാവ് വന്നിട്ട് രാജാവിന് പ്രസാദമായിട്ട് ഭഗവാന്റെ മാലയാണ് കൊടുക്കുന്നത്, പുഷ്പമാല. അപ്പോ ഈ ഭക്തൻ അന്ന് മെയിൻ പൂജാരിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ രാജാവ് സിംഹ കവാടത്തിലെത്തിയത് അവിടെ ഒരു പൂജാരി, ജൂനിയർ പൂജാരി ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ പറഞ്ഞ്, പ്രഭു ഇങ്ങനെയാണ് രാജാവ് എത്തിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം നോക്കാൻ നേരത്ത് ഒരു സംഭവം മിസ്സിംഗ് ആണ്. ഭഗവാന് ഹാരമില്ല. അപ്പോ പ്രശ്നമായി. അപ്പൊ എന്ത് പ്രസാദം കൊടുക്കും? ജഗന്നാഥ സ്വാമിയെ കാണാൻ വരുന്ന ആ ഭക്തൻ, രാജാവാണെങ്കിലും മഹാഭക്തനാണ്, അദ്ദേഹം വരാൻ നേരത്ത് അദ്ദേഹത്തിന് ഡെയിലി ഭഗവാന്റെ പ്രസാദം കൊടുക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം വന്നിട്ട് ആ ഭക്തന് വിഷമാവും ഭഗവാന്റെ പ്രസാദം കിട്ടിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു മാല കിടക്കും. ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മാല എടുത്തിട്ട് ഭഗവാന്റെ ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കിട്ടുന്ന മാല എടുത്ത് ഭഗവാൻ ഇടും. എന്തിനാണ്? ആ ഭക്തന് പ്രസാദം മുടങ്ങരുത് എന്നുള്ള ആഗ്രഹത്തില്. എന്നിട്ട് രാജാവ് വരുന്നു, രാജാവ് ദർശനം എടുക്കുന്നു. അപ്പം രാജാവ് എന്ത് ചെയ്യും? പ്രസാദം ചോദിക്കുമ്പോൾ
ആ മാല എടുത്തിട്ട് അദ്ദേഹം തിരിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. ഓക്കെ. രാജാവ് പ്രസാദം പിടിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകും. പക്ഷെ ഇദ്ദേഹത്തിന് എപ്പോഴും മനസ്സിൽ ഒരു ഇതാണ്, എന്താണ്, ഞാൻ എന്റെ കഴുത്തിൽ കിടന്ന മാല എടുത്താണ് ഭഗവാൻ ഇട്ടത്, പക്ഷെ ആ ഭക്തന് കൊടുക്കാനുള്ള ആയതുകൊണ്ട് കുഴപ്പമില്ല, ജഗന്നാഥ സ്വാമി ക്ഷമിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സിലിരിക്കും. രാജാവ് തിരിച്ച് തൊഴുതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊട്ടാരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാല എടുത്തിങ്ങനെ ഒന്ന് മണപ്പിക്കും. മണപ്പിക്കുന്നത് നോക്കുമ്പോൾ ഒരു നീളമുള്ള മുടി കിടക്കുന്നില്ല. അപ്പോ രാജാവ് ആദ്യം മൊത്തം ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. രാജാവ് ഇങ്ങനെ നോക്കും, ഇതെന്താണ് ഇത്രയും നീളമുള്ള മുടി, ഇതെന്താണ് ഇങ്ങനെ വന്നത്? അങ്ങനെ മൊത്തത്തില് രാജാവിനൊരു ഇതാവും, മനസ്സിലായി. അപ്പോ ഭഗവാൻ ഇന്ന് പൂമാല ഇല്ലായിരുന്നു. ഈ ആരാണ് ഈ പൂജാരി വന്ന് എന്ത് ചെയ്തു? പൂജാരി വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന മാലയാണ് ഭഗവാൻ എടുത്തിട്ടത്. അത് ഭയങ്കര അപരാധമാണ് ചെയ്തത്. അപ്പൊ ഈ നീളമുള്ള മുടി ഈ ഈ ആളിൻ്റെതാണ്, ഈ പൂജാരിയുടേതാണെന്ന് പറയും. അങ്ങനെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് പൂജാരിയെ അവിടെ അമ്പലത്തിൽ വിളിപ്പിച്ചിട്ട് പറയും, നിങ്ങള് എന്ന് മുതലാണ് ജഗന്നാഥന് ഇത്രയും നീളമുള്ള മുടി വന്നതെന്ന് ചോദിക്കും. ഈ ഹെയറിന് ഇത്രയും നീളമുണ്ട്, ഇത് എന്ന് മുതലാണെന്ന് ചോദിക്കും. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമാവും. നിങ്ങളുടെ കഴുത്തിൽ കിടന്ന മാലയാണ് എടുത്ത് നിങ്ങൾ എനിക്ക് തന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ വധിക്കാനായിട്ട്, കൊല്ലാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കും. അപ്പൊ പൂജാരി പറയും, എന്തായാലും മരിക്കും ഉറപ്പായി, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് രാജാവിന് അറിയില്ലേ ഭഗവാന് മുടിയുണ്ട്, ഭഗവാന് നല്ല നീളമുള്ള മുടിയുണ്ടെന്ന് പറയും. ഭഗവാന് ഭയങ്കര നീളമുള്ള മുടിയുണ്ട്. രാജാവിനെ അറിഞ്ഞുകൂടാത്തോണ്ടാണെന്ന് പറയും. അപ്പൊ രാജാവ് ബാക്കിയുള്ള എല്ലാ സഭയിലിരിക്കുന്ന എല്ലാവരും ചിരിക്കും. ചിരിച്ചിട്ട് എന്ത് പറയും, ജഗന്നാഥന്റെ വിഗ്രഹത്തിന് ഇന്നേ വരെ ഹെയർ വന്നിട്ടില്ല, നിങ്ങൾ ആളെ പറ്റിക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഇത് ചിരിയായി സംസാരമായി രാജാവിന്റെ ദേഷ്യമായി. രാജാവ് പറയും, ഞാൻ നാളെ രാവിലെ ഭഗവാനെ കാണാൻ വരും. ഇത്രയും നീളമുള്ള ഹെയർ ഭഗവാന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴ് തന്നെ നിങ്ങളെ വധിക്കും, ഭടന്മാർ പിടിച്ചോണ്ട് പോകും, നിങ്ങളെ തൂക്കിലേറ്റും അല്ലെങ്കിൽ തല വെട്ടിക്കളയും എന്ന് പറയും. അപ്പം ഭക്തൻ ഭയങ്കര കോൺഫിഡൻസിൽ തിരിച്ചു പറയാണ്, ആ ഭഗവാന് ഹെയർ ഉണ്ട്, അത് നിങ്ങൾ വിഷമിക്കേണ്ട, നാളെ വരാൻ നേരത്ത് ഭഗവാന്റെ ഹെയർ നമുക്ക് കാണാമെന്ന് പറയും. അപ്പോ ഇത് പറഞ്ഞെങ്കിലും തിരിച്ചു നേരെ ഭഗവാൻ അടുത്ത് വന്നിട്ട് പറയും, ഭഗവാനെ ഞാൻ ഇങ്ങനെ അപരാധം ചെയ്തു, ഇങ്ങനെ ആ ഭക്തന് പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, പക്ഷെ ഞാൻ തെറ്റാണ് ചെയ്തത്, അത് മാത്രമല്ല ഭഗവാൻ ഹെയർ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലയോ, അത് വലിയൊരു ഒരു പ്രയറാണ്, വലിയൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം വന്നിട്ട് ഭഗവാൻ അടുത്ത് പറയുന്നത്. അത് ഭയങ്കര രസമാണത്. അത് അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും, ഈ ലോകത്തിന്റെ എല്ലാ നാഥനാണ് അങ്ങ് വിചാരിക്കാതെ ഒന്നും നടക്കത്തില്ല, ഭക്തന്മാരുടെ ഭക്താനാം അഭയങ്കരാന്ന് പറയും, ഭക്തന്മാരുടെ ഭയം മാറ്റുന്ന ആള് ഭഗവാനാണ്, അതുകൊണ്ട് എനിക്കും ഭയമില്ല, അങ്ങ് എന്താണോ ഇച്ഛിക്കുന്നത് അതുപോലെ നടക്കട്ടെ, നാളെ രാവിലെ ഞാൻ വരും ചെയ്യുന്നതാ. ഇപ്പൊ ഇത്രയും നാള് ഭഗവാൻ എന്നെ ഇത്രയും ലോകത്ത് ഇത്രയും മനുഷ്യരുള്ളതില് എന്നെ ഭഗവാന്റെ സേവയ്ക്ക് ഭഗവാൻ എന്നെ സെലക്ട് ചെയ്ത് തന്നെ, എനിക്ക് അതിലും വലിയ പുണ്യം ഇനി വേണ്ട, ഇനി എനിക്ക് മരിച്ചു പോയാലും കുഴപ്പമില്ല. ഭഗവാന്റെ ഒരു നേരത്തെ ആഹാരം അത് ഇദ്ദേഹം എന്ത് ചെയ്യും, ജഗന്നാഥപുരിയിൽ ഭഗവാന്റെ പ്രസാദം കൊണ്ടുവന്ന് ആളുകൾക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവരെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉറപ്പായി അവരെല്ലാം വിശപ്പ് മാറിയതിനു ശേഷമാണ് ഈ ഭക്തൻ കഴിക്കുന്നത്. ഭഗവാൻ എങ്ങനെ അങ്ങയുടെ ആഹാരം എല്ലാം അങ്ങയുടെ പ്രസാദം ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ചാൻസ് ഭഗവാൻ എനിക്ക് തന്നു, അവര് കഴിച്ചതിന്റെ ഉച്ചിഷ്ടം എനിക്ക് കഴിക്കാനുള്ള ചാൻസ് ഭഗവാൻ തന്നു, ഓരോ ഭക്തന്മാരെ സേവിക്കാൻ ഭഗവാൻ എനിക്ക് ചാൻസ് തന്നു, ഭഗവാന്റെ വിഗ്രഹത്തിന് പൂജിക്കാൻ എനിക്ക് ചാൻസ് തന്നു. എനിക്ക് ലൈഫിൽ ഇനി വേറെ ഒന്നും വേണ്ട കൃഷ്ണ ജഗന്നാഥ, ഇനി എന്റെ ലൈഫിൽ എന്താണോ നടക്കുന്നത് ഞാനത് കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. നാളെ മരണമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മരണമായിട്ട് എന്താണോ ഭഗവാന്റെ ഇച്ഛ അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹം അടുത്ത ദിവസം വരുന്നു. അടുത്ത ദിവസം വന്ന് ഭഗവാന് ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഭഗവാന്റെ കിരീടം മാറ്റി ഭഗവാന്റെ തലയിങ്ങനെ തുടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കട്ടിയുള്ള മുടി ഇങ്ങനെ ഭഗവാന്റെ വിഗ്രഹം ഭയങ്കര വലുതാണ്. ഭഗവാന്റെ വിഗ്രഹം നമ്മൾ നോക്കിയാൽ അറിയാം,
അതിൽ ഫുൾ ഇങ്ങനെ മുടിയിരിക്കുന്നത് പുറകിൽ. ആ മുടി എങ്ങനെയാണ് ഇരിക്കുന്നത്? ആരോ നല്ല കാര്യമായിട്ട് അതിനെ കെട്ടി പിണഞ്ഞ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഭഗവാൻ ഇന്നവരാരും അവിടെ ഹെയർ കണ്ടിട്ടില്ല. ഇത്രയും വലിയ മുടി തിരുപ്പൻ വെച്ചതുപോലെ ഒലി മുടി ഇരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ അദ്ദേഹം ഞെട്ടി. അപ്പൊ പക്ഷെ ഇദ്ദേഹത്തിന് ഇത് ആരെങ്കിലും കൊണ്ട് വെച്ചതാണോ എന്ന് സംശയം എന്ന് പറഞ്ഞ് തലയെ തൊട്ട് നോക്കിയപ്പോ നമ്മളെ മുടിയൊക്കെ ഊരി എടുക്കുമ്പോൾ അതിന്റെ പുറകിലൊരിത് കാണൂലേ, റൂട്ട്. അതുപോലെ ഭഗവാന്റെ ആ റൂട്ട് ഇങ്ങനെ ഭഗവാന്റെ ഇതിലോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് സങ്കടവും വരുന്ന്, വിഷമവും വരുന്ന്, സന്തോഷവും വരുന്ന്. ഇദ്ദേഹം ജഗന്നാഥനെ കെട്ടിപ്പിടിച്ച് കരയാണ്, ഭഗവാനെ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജാവ് സാധാരണ വരുന്ന സമയത്തിന്റെ കണ്ട് രാജാവ് രാവിലെ വന്ന് ഇയാള് ഈ പൂജാരി കള്ളം പറഞ്ഞാണ്, ഇന്ന് ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് വരെയാണ്. വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? വരും. അപ്പം രാജാവ് വരണതും ഈ ഭക്തൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഭക്തന് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ഭഗവാൻ വന്നല്ലോ. ഇനി ഭക്താനാം അഭയങ്കര, ഇനി പേടിയില്ല. ഇനി എന്തിനാ പേടിക്കുന്നത്? ഭഗവാൻ ഉള്ളപ്പോ നമ്മളാരും ഇനി പേടിക്കണ്ട. ഭഗവാന്റെ കാരുണ്യം ഉള്ളിടത്തോളം കാലം നമുക്കിനി പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഭയപുരുഷനായിട്ടുള്ള എന്താണ് ഫിയർ പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള ആള് പോലും എന്താണ് ഭയപുരുഷൻ പോലും പേടിക്കും എന്നാണ് പറയണത് ഭഗവാന്റെ നാമം കേട്ടാല്. അപ്പൊ നമ്മളിനി ഇപ്പൊ ഈ ഭക്തനെ പേടിക്കുന്നില്ല. അങ്ങനെ ഭഗവാൻ ഓൾറെഡി ഹെയർ തന്നു കഴിഞ്ഞു. അപ്പൊ രാജാവ് എന്ന് പറഞ്ഞ് ഓക്കെ, ഞാൻ ആ ഹെയർ ഭഗവാന്റെ ദർശനം വന്നേണെന്ന് പറഞ്ഞ് പ്രസാദം കൊടുക്കുന്നു. എനിക്ക് ഭഗവാന്റെ ഹെയർ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ജഗന്നാഥ് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിന്നിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് ചിരിച്ചിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ ഇങ്ങനെ നോക്കാൻ നേരത്ത് രാജാവ് പറയും, ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. ആളെ പറ്റിക്കുന്നെങ്കിൽ ഇങ്ങനെ പറ്റിക്കണം. എങ്ങനെയാണ് പറ്റിക്കേണ്ടത്? നിങ്ങൾ മുടി വെച്ചെന്ന് പറഞ്ഞ് ചുമ്മാ നിങ്ങളൊരു വിഗ് വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് സാധാരണ മുടിയായിട്ട് ഇത് പിന്നി കെട്ടി അതിൽ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചേക്കുന്ന ഇത് ജഗന്നാഥനെ നിങ്ങൾ നാണം കെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ഒട്ടിച്ച് വെക്കണ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഭഗവാന്റെ ഹെയറിന്റെ ഒരു സൈഡ് പിടിച്ച് ഒറ്റ വലി വലിക്കും ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ഇത് എടുക്കണതും ആ ഭാഗത്ത് നിന്ന് മുടി ഇങ്ങനെ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് മാറിയിട്ട് അതിലിങ്ങനെ ബ്ലഡ് വരും. ഇത് കാണുന്നതും രാജാവും ഭഗവാന്റെ ഭക്തനാണ്. രാജാവ് പേടിച്ച് വിറച്ച് തറയിൽ വീഴുന്ന് നമസ്കരിച്ച് ഈ ഭക്തന്റെ കാലിൽ പോയി പിടിക്കും. ആ ഭക്തന്റെ പാദരന്ധങ്ങളിൽ പോയി പിടിച്ച് പൊട്ടി പൊട്ടി കരയും. ഞാൻ ഇത്രയും വലിയ അപരാധമുള്ള ചെയ്തു, അങ്ങ് ഇത്രയും വലിയ ഭക്തനാണ്, അങ്ങേക്ക് ഞാൻ അപരാധം ചെയ്ത്, ജഗന്നാഥൻ അപരാധം ചെയ്തെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയും. അപ്പൊ ഇദ്ദേഹം ഈ ഭക്തൻ വന്നിട്ട് അദ്ദേഹത്തിനെ എഴുപ്പിച്ച് ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിച്ചിട്ട് പറയും, രാജാവേ, ഞാൻ ഒരു വലിയൊരു അപരാധമാണ് ചെയ്തത്, അന്ന് അങ്ങേക്ക് പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കഴുത്തിലെ മാലയാണ് ഇട്ടത്. പക്ഷെ ഭഗവാൻ ഇങ്ങനെ ഒരു ലീല ചെയ്യുന്നുള്ളത് കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന എല്ലാവരും അതിശയിച്ച്. അപ്പൊ ഇവർ രണ്ടുപേരും കരയുന്ന ഇവര് ഭക്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇത് കഴിയണതും ആ ഹെയർ ഭഗവാന്റെ തലയിൽ നിന്ന് ഡിസപ്പിയർ ആവും. അപ്പോ ഇവിടെ പ്രഭുപാദ് ഇവിടെ പറഞ്ഞതുപോലെ, മഹാരാജ് ആ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, നമ്മളെപ്പോഴും അൺഫ്ലിഞ്ചിങ് ആയിട്ടുള്ള ഇടതടവില്ലാത്ത ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇന്ന് ഭാഗവതം നമ്മൾ പഠിച്ച അനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ലോകം നശിക്കില്ല. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് മാത്രമേ എല്ലാം നടക്കത്തുള്ളൂ. അർജുനൻ ചെയ്തതുപോലെ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് ചെയ്യുക. ഡെയിലി പ്രഭുപാദുമായിട്ട് സംസാരിക്കുക. അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? പ്രഭുപാദിന്റെ അസോസിയേഷൻ എങ്ങനെ എടുക്കാം? ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്ന വഴി പ്രഭുപാദ് നമുക്ക് ഡെയിലി അസോസിയേഷൻ തരും, ഡെയിലി ഇൻസ്ട്രക്ഷൻ തരും. അപ്പൊ ഇന്നത്തെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് എല്ലാം നടക്കുന്നത് മനസ്സിലാക്കുക. നമുക്ക് ദുഃഖമായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, നമുക്ക് ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, നമുക്ക് എന്തൊക്കെ പ്രോബ്ലം വന്നാലും അല്ല നല്ലത് വന്നാലും നമ്മൾ ഒരു കാര്യം എന്ത് ചിന്തിക്കുക, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാലാണ് നടക്കുന്നത്. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രം നിൽക്കുക. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അൺഫ്ലിഞ്ചിങ് ആയിട്ടുള്ള ഡിവോഷൻ സർവീസ് വേണം. നമ്മൾ ഭഗവാന്റെ സേവയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. അപ്പൊ ഭഗവാൻ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഭഗവാൻ അത് ഒരുക്കി തരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ലതായിരുന്നു പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃപ, ഗുരുകൃപ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ ക്ലോസ് ചെയ്യട്ടെ ബ്രോ. ഓക്കെ, ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.